എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് നോക്കാം. അടുക്കളയിലൊക്കെയാണ് നമുക്ക് ഈ ടിപ്സ് പ്രധാനമായിട്ട് ഉപകാരപ്പെടുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഓണത്തിൻ്റെ സമയമാണ്. നമ്മളെല്ലാവരും വീട്ടിൽ പായസവും മറ്റ് പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും തന്നെ ക്യാഷ്നട്ടൊക്കെ കുറച്ച് അധികം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അതല്ലെങ്കിലും ക്യാഷ്നട്ട്, ബദാം പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ കാലം കേടാവാതിരിക്കും. അതേസമയം നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് ആദ്യത്തേത്. അപ്പോൾ നമുക്ക് ക്യാഷ്നട്ട് ഇട്ട് വെക്കാനായിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുക്കാം. ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിനേക്കാളും. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒത്തിരി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു 1.25 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം. ഈന്തപ്പഴം പോലെയുള്ളത് ഇങ്ങനെ ചെയ്യരുത്, അത് കേടായി പോവും. അതല്ല, ഇതുപോലെ ബദാം, പിസ്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ കൂടുതൽ കാലം ഇത് കേടാവാതിരിക്കും. പുറത്ത് വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് വെക്കുകയാണെങ്കിൽ നല്ല പോലെ ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് ക്യാഷ്നട്ട് കേടാവാതെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഇത് അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം കേടാവാതിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈ റോസ്റ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു 1-2 മിനിറ്റ് മാക്സിമം ചെയ്താൽ മതി. അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്വാഭാവിക ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. അപ്പം 1 മിനിറ്റൊക്കെ ധാരാളം തന്നെ മതിയാവും. എന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് ഒത്തിരി നാൾ കേടാവാതിരിക്കും. പിന്നെ ഒരുപാട് കാലങ്ങളോളം കേടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലോ പാത്രത്തിലോ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും. ഇനി അടുത്തതായിട്ട് പലപ്പോഴും നമ്മൾ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ അത് ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് വയ്ക്കുമ്പോൾ പലപ്പോഴും അത് തണുത്ത് പോകാറുണ്ട്. അല്ലെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാനൊന്നൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച ശേഷം ഇങ്ങനെ പാത്രത്തിലിട്ട് വെക്കുമല്ലോ, ആ പാത്രത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ബിസ്ക്കറ്റ് സൂക്ഷിക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റ് കൂടുതൽ നാൾ ഫ്രഷ് ആയിട്ടിരിക്കും. ബിസ്ക്കറ്റ് അങ്ങനെ തണുത്തൊന്നും പോവില്ല. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതിൽ ഈർപ്പമൊന്നും ഇല്ല എന്നുള്ളതും ഉറപ്പ് വരുത്തുക. എന്നിട്ട് ബിസ്ക്കറ്റ് അതിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റ് കേടാവില്ല. ഈർപ്പം വരുന്നതൊക്കെ ആ പഞ്ചസാര വലിച്ചെടുത്തോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി ഒരുപാട് നാൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബിസ്ക്കറ്റ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ ഫ്രഷായിട്ട് ബിസ്ക്കറ്റ് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് പലപ്പോഴും നമ്മുടെ എണ്ണക്കുപ്പിയിലൊക്കെ എണ്ണമയം പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ആണെങ്കിൽ ആ എണ്ണമയം കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഗ്ലാസിൻ്റെ ബോട്ടിലിന് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് എണ്ണമയം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വഴുകി പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഗ്ലാസിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണക്കുപ്പിയിലൊക്കെ പറ്റിയ എണ്ണമയം സോപ്പൊന്നും ഉപയോഗിക്കാതെ കളയാനുള്ളൊരു മാർഗ്ഗമാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പൗഡർ എടുത്തിട്ടുണ്ട്. ഈ പൗഡർ നമ്മുടെ എണ്ണക്കുപ്പിയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ പൗഡർ യാതൊരു കാരണവശാലും കുപ്പിയുടെ ഉള്ളിൽ നമ്മുടെ എണ്ണയിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം. ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് അമർത്തി തുടയ്ക്കുകയാണെങ്കിൽ ആ കുപ്പിയിലുള്ള എണ്ണമയമൊക്കെ പോയി കിട്ടും. നമുക്ക് സോപ്പൊന്നും ഉപയോഗിക്കാതെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഏത് ഓയിലാണെങ്കിലും ആ ബോട്ടിലുള്ളപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ ഈ ഓയിലൊക്കെ ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ ഓയിലൊക്കെ തീർന്നതിന് ശേഷം ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും അതിന് സാധിക്കാറില്ല. അപ്പോൾ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓയിൽ തീരണം. അതല്ല, പുറത്തൊക്കെ ഇതുപോലെ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ആ പൗഡറൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞ ശേഷം ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ നല്ല ഉണങ്ങിയ തുണിയോ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കണം. ആ പൗഡറിൻ്റെ അംശമൊന്നും നമ്മുടെ എണ്ണക്കുപ്പിയിൽ ഇല്ലയെന്ന് ഉറപ്പ് വരുത്താം. മാത്രമല്ല, അതിൻ്റെ അടപ്പ് വരുന്ന ഭാഗത്തൊന്നും പൗഡർ ആയിട്ടില്ല എന്നും കൂടെ ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് എണ്ണക്കുപ്പി ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു തരി എണ്ണമയം പോലും ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ആദ്യം ഒരു മങ്ങിയ പോലെ ഇരിക്കുകയായിരുന്നു ഈ ബോട്ടിൽ. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ബൾക്കായിട്ട് ചിലപ്പോൾ ഗോതമ്പൊടി, അരിപ്പൊടിയൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഗോതമ്പൊടിയൊക്കെ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിൽ ചിലപ്പോൾ പ്രാണികളൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ ഉച്ചയൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു ടിപ്പാണ് അടുത്തത്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പൊടി വെക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ്ട് ഒരു 3 കിലോളം ഗോതമ്പൊടി ഉണ്ട്. ഇതിലേക്ക് ഞാൻ വഴനയില അല്ലെങ്കിൽ സർവ്വസുഗന്ധി ഇല എന്നൊക്കെ പറയില്ലേ, ആ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് കറുവപ്പട്ടയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതിൽ പ്രാണികളൊന്നും വരില്ല.
ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആര്യവേപ്പിലയും ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആര്യവേപ്പിലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ആര്യവേപ്പില ഇടുക. എന്നിട്ട് അതിൽ 1-2 ഹോൾ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊരു സൂചി കൊണ്ട് കുത്തിയിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പൊടിയിലിടുകയാണെങ്കിൽ പ്രാണികൾ വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ബിരിയാണി ഇല അല്ലെങ്കിൽ കറുകപ്പട്ടയുടെ ഇലയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രാണികൾ വരാതെ നമുക്ക് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പൊടികൾ, അതായത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചിലപ്പോൾ ബൾക്കായിട്ട് പൊടിച്ച് വെക്കാറുണ്ട്. അതും അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ ഒത്തിരി അധികം വാങ്ങിച്ച് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ചെറിയ രീതിയിൽ പൂപ്പലൊക്കെ വരാറുണ്ട്. അത് ഒഴിവാക്കാനുള്ളൊരു ടിപ്പാണ് അടുത്തത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മുളക് പൊടിയൊക്കെ വാങ്ങിച്ച് സൂക്ഷിക്കുന്ന പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയുപ്പ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അതിൽ പൂപ്പലൊന്നും വരില്ല. കൂടുതൽ കാലം മുളക് പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ നല്ലപോലെ ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും കേടാവാതിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കിയിട്ട് വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട്. അതല്ല അതിൽ ചെറിയ രീതിയിൽ ഈർപ്പമൊക്കെ തട്ടുവാണെങ്കിൽ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പിന്നീട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോകും. അപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വേണം അടച്ച് സൂക്ഷിക്കാനായിട്ട്. ഇനി നമുക്ക് മിക്സി ക്ലീൻ ചെയ്യാനുള്ളൊരു ടിപ്പ് നോക്കാം. അപ്പോൾ മിക്സിയുടെ ബ്ലേഡൊക്കെ വരുന്ന ഭാഗം, ഉള്ളിലത്തെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പാടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ബ്രഷ് അതിൻ്റെ മുമ്പിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വളച്ചു കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ വളഞ്ഞു വരും. എന്നിട്ട് നമുക്ക് അത് ഉപയോഗിച്ച് മിക്സിയുടെ പുറം ഭാഗം, അതുപോലെ മിക്സിയുടെ ഉള്ളിലായിട്ട് ആ ബ്ലേഡൊക്കെ വയ്ക്കുന്ന ഭാഗം, പിന്നെ ജാറിൻ്റെ ബാക്ക് സൈഡ്, ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രഷ് ലോ ഫ്ലെയിമിൽ വെച്ച സ്റ്റൗവിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുക. അതിനുശേഷം ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് ഒന്ന് വളച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് വളഞ്ഞു കിട്ടും. അതിനുശേഷം ഉടനെ തന്നെ അത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് കുറച്ച് സമയം, ഒരു 30 സെക്കൻഡൊക്കെ അനക്കാതെ വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബ്രഷ് വീണ്ടും നല്ല ഹാർഡായിട്ട് വരും. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് മിക്സിയുടെ ജാറ്, അതുപോലെ മിക്സിയുടെ ഉള്ളിലത്തെ ഭാഗമൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ വേറെ എന്തെങ്കിലും സ്പോഞ്ച് അല്ലെങ്കിൽ വേറെ ബ്രഷൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ബ്രഷ് അടുപ്പത്ത് വെച്ച് ഉരുക്കുമ്പോൾ ഒരുപാട് സമയം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഉരുകി പോവും. അതുപോലെ ഇതിൻ്റെ ബ്രസൽസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോവും. അപ്പോൾ അത് പോകാനായിട്ട് യാതൊരു കാരണവശാലും ഇടവരുത്തരുത്. ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കാണിച്ച ശേഷം വേണം ഉരുക്കിയെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രസൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് ഉപയോഗിച്ച് വലിയ ക്ലീനിങ് ഒന്നും നടക്കില്ല. അപ്പം ഞാനൊരു ബ്രഷ് ഓൾറെഡി ഇതിന് മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്തെടുത്ത ബ്രഷ്. അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ബ്രഷ് കയറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എൻ്റെ മിക്സിക്ക് ഇതുപോലൊരു ചെറിയ പാത്ത് പോലെയുണ്ട്, വെള്ളം പോകാനുള്ള ടൈപ്പ്. അപ്പോൾ അവിടേക്ക് അഴുക്കുകൾ കയറിയിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അഴുക്കുകളൊക്കെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ടൂത്ത് പിക്ക്, അതും അല്ലെങ്കിൽ ബാമ്പൂവിൻ്റെ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൽ അഴുക്കുകളൊക്കെ നല്ലപോലെ ക്ലീനായി കിട്ടും. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഈർക്കിളിയുടെ കോലെടുത്തിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് കുത്തി കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഉൾവശമൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്ക് സൈഡ് ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ബ്രഷ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ബ്രഷ് നമ്മൾ അടുപ്പത്ത് വെച്ച് ഉരുക്കിയിട്ട് ഷേപ്പ് ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ ബാക്ക് സൈഡിലുള്ള അഴുക്കുകളൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ബ്രഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.